ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആൻഡ്രിയ. എല്ലാവർക്കും സുഖമൊക്കെയാണ്. നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാലിയോഗ്രാഫി റൈറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിത് പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് കണ്ട് എൻ്റെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഈ കാലിയോഗ്രാഫി നമുക്ക് സ്കൂളിൽ പ്രൊജക്റ്റിനും ഹോംവർക്കിനൊക്കെ ഫ്രണ്ട് പേജൊക്കെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് കാലിയോഗ്രാഫി നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാൻ പറ്റും. അപ്പോൾ നല്ലൊരു വീഡിയോ ആണ്, യൂസ്ഫുള്ളാകുന്നൊരു വീഡിയോ ആണ്, എല്ലാവരും ഇത് കാണേണ്ടതാണ്. മെറ്റീരിയൽസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്: പെൻസിൽ, സ്കെയിൽ, സ്കെച്ച്, മാർക്കർ, പിന്നെ നമ്മുടെ ഒരു വൈറ്റ് പേപ്പറിൻ്റെ ബുക്ക്. ഏത് ബുക്കായാലും മതി കേട്ടോ. സ്കെച്ച് ഞാൻ ജസ്റ്റ് ഓപ്ഷനായിട്ട് ഇവിടെ എടുക്കുന്നതേ ഉള്ളൂ, കാരണം സ്കെച്ച് വെച്ച് നമുക്ക് ചെയ്യാം കാലിയോഗ്രാഫി. അപ്പോൾ ഇത് ഞാനിപ്പം മാർക്കർ വെച്ചിട്ടാണ് കൂടുതലും ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ ഇടണം. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ താങ്ക് യു ഓൾ. നമ്മുടെ ചാനലിൽ 1.3K അടിച്ച്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോയിൽ ആർക്കും ഒന്നും പറഞ്ഞില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും കാണണം. അപ്പം നമ്മളിപ്പം ഒരു വൈറ്റ് പേപ്പറിൽ, ഞാനിപ്പോൾ വൈറ്റ് പേപ്പറിൻ്റെ ബുക്കാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് 3 ലൈൻസ് വരച്ച് കൊടുക്കണം. 2 സെയിം ലൈനും, ഒന്ന് മേളിലത്തെ ലൈന് ഇച്ചിരി വലുതായിട്ട് വരയ്ക്കണം. ഇച്ചിരി നല്ല സ്പേസ് കൊടുത്ത്, ഒത്തിരി വലിയ സ്പേസ് വേണ്ട, നല്ലൊരു സ്പേസ് കൊടുത്തിട്ട് പിന്നെ ലൈൻ വരയ്ക്കണം. അതൊരു ചെറിയ ലൈനായിട്ട് വരച്ചാൽ മതി. കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പം ആദ്യം വലിയ ലൈൻ വരയ്ക്കണം, പിന്നെ ജസ്റ്റ് കുറച്ചൊരു സ്പേസ് കൂടണം. അത്രയും സ്പേസ് ഇല്ലാത്ത രീതിയിൽ തന്നെ താഴെ വേറൊരു ലൈനും കൂടെ ചെറുതായിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പം ഇതിപ്പം ഞാൻ എഴുതുവാണ്. അപ്പം ഞാനിവിടെ ക്യാമറ സൈഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അതുകൊണ്ട് എഴുതുന്ന കാണാത്തത് കൈ ഇരിക്കുന്നതാണ്. കൈ മാറ്റുമ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ നെയിം ജസ്റ്റ് എഴുതിയേക്കുവാണ്. ആദ്യം നമ്മൾ കേഴ്സീവ് വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ നെയിം എഴുതണം. അപ്പം ജസ്റ്റ് ഒരു ചരിച്ച് ജസ്റ്റ് എന്താക്കി ഒന്ന് എഴുതണം കേട്ടോ, കാരണം കാലിയോഗ്രാഫി അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, പക്ഷെ ഒത്തിരി ഇതാവരുത്. ഒരു കേഴ്സീവും നോർമലും കൂടി മിക്സായി വരുന്ന രീതി എഴുതുക കേട്ടോ. ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ എവിടോട്ടൊക്കെ നമ്മുടെ കാലിയോഗ്രാഫി പോകേണ്ടത്. കാരണം കാലിയോഗ്രാഫിക്ക് ഒരു ലൈൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ മേളിലോട്ട് പോകുന്ന ലൈൻസിലും കാലിയോഗ്രാഫി ചെയ്യാം, താഴോട്ട് വരുന്ന ലൈൻസിലും കാലിയോഗ്രാഫി ചെയ്യാം. ഈ എന്നിപ്പം ഞാൻ കാണിക്കുന്നില്ലേ, ഈ താഴോട്ടല്ലേ വരുന്നത്, അത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഈ താഴോട്ട് വരുന്നത്. കാരണം മേളിലോട്ട് പോകുന്ന ആരും അങ്ങനെ ചെയ്യാറില്ല. ബട്ട് നമുക്ക് രണ്ടും കൂടെ ചെയ്യാം. നമ്മൾ എഴുതുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ മേളിലോട്ടും താഴോട്ടും വരയ്ക്കുന്നത്. അപ്പോൾ ഈ ആറും എന്നും ഒക്കെ നമ്മൾ താഴോട്ടാണ് വരച്ചത്. അതുപോലെ തന്നെ ഡി നമ്മൾ മേളിലോട്ടാണ് വരച്ചത്, എയുടെ അവിടെ മേളിലോട്ടാണ് വരച്ചത്, ഐ മേളിലോട്ടാണ് വരച്ചത്, വൈ താഴോട്ടൊന്നും വരയ്ക്കാം, മേളിലോട്ടും വരയ്ക്കാം. എ പിന്നെയും ഞാൻ അതിൻ്റെ എൻഡ് പോർഷനിലായിട്ട് പിന്നെയും താഴോട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാർക്കിങ്സ്. അപ്പം ഇത് കണ്ട് നമുക്കിപ്പം ഇതിൻ്റെ പുറത്ത് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനിത് ഷെയ്ഡ് ചെയ്യുകയാണ്. അപ്പം ഞാനിത് കൈ വെച്ച് വരയ്ക്കുന്നതുകൊണ്ടായിരിക്കും കൈ ചെറുതായിട്ടൊന്ന് ഷേക്ക് ആവുന്നുണ്ട്. അപ്പം അത് കുഴപ്പമില്ല, നീറ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. കൈ ഷേക്ക് ആയതുകൊണ്ട് അവിടെ മേളിലൊരു ചെറുതായിട്ടൊരു ഇതായത് കേട്ടോ. അപ്പം ഇതുപോലെ വരച്ചാൽ മതി. അപ്പോൾ കാലിയോഗ്രാഫിക്ക് ഒരു ലൈൻസ് ഉണ്ട്. മേളിലോട്ട് വരയ്ക്കുന്നത് ആരും അങ്ങനെ അത്ര ചെയ്യാറില്ലായിരിക്കും, ബട്ട് താഴോട്ട് വരയ്ക്കുന്നത് ആണ് കോമൺ. എല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞു, ഞാനിത് പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഞാനിപ്പം പ്രൊജക്റ്റിനൊക്കെ എങ്ങനെ എഴുതാറുള്ളത് അതുപോലൊക്കെയാണ് ഞാനിപ്പം കാണിച്ചു തരുന്നത്. ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ലേ. അപ്പം ഇതുപോലെ ഞാൻ എൻ്റെ മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഏകദേശം ഒരു ഇതായി. അപ്പം നമ്മൾ ഈ കാലിയോഗ്രാഫി ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് കാലിയോഗ്രാഫിക്ക് ഒരു ലെറ്റേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇനി വേറെ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ ഈ വീഡിയോയ്ക്കകത്ത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ആ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തതിനൊന്നും കൂടെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. എയുടെ അവിടെ മേളിലോട്ട് ലൈൻ, എന്നിൻ്റെ അവിടെ ജസ്റ്റ് താഴോട്ട് ലൈൻ. ഇപ്പോൾ എൻ്റെ നെയിം തന്നെയാണ് എഴുതിയേക്കുന്നത്. എന്നിൻ്റെ അവിടെ താഴോട്ട് ലൈൻ, ഡിയുടെ അവിടെ പിന്നെയും മേളിലോട്ട് ലൈൻ, ആറാണെങ്കിൽ പിന്നെയും താഴോട്ട് തന്നെ ആയിട്ട് ഒരിത്, പിന്നെ ഐ ആണെങ്കിൽ മേളിലോട്ട് തന്നെയാണ് കേട്ടോ. വൈയുടെ ആ താഴെ വരുന്നതിൻ്റെ അവിടെ മാത്രം മേളിലോട്ടും താഴോട്ടും ഇഷ്ടമുള്ള പോലെ വരയ്ക്കാവുന്നതാണത്. താഴോട്ട് നിന്നായാലും മേളിലോട്ട് നിന്നായാലും, കാരണം മേളിലോട്ടല്ലേ വൈ പോകുന്നത്, അതുകൊണ്ടാണ് മേളിലോട്ട് മാർക്കിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അതും ചെയ്യേണ്ടത്. നെക്സ്റ്റായിട്ട്
ഞാനാണെങ്കിൽ ഇനി വേറെ വല്ലതും പറഞ്ഞുതരാം. കാരണം ഇനി നമ്മൾ കാലിയോഗ്രഫി ലെറ്റേഴ്സ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മളത് ലൈൻസ് വരയ്ക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് വലിയ ലൈൻ, പിന്നെ കുറച്ച് സ്പേസ് കൊടുത്ത് ഒരു ലൈൻ, പിന്നെ അത്ര വലിയ സ്പേസ് ഇല്ലാതെ പിന്നെ ഒരു ലൈൻ. ഇത് 3 ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ലൈൻ വരയ്ക്കാതെയും പെട്ടെന്ന് ചെയ്യുന്നത്, ഇപ്പോൾ കാലിയോഗ്രഫി പെൻസ് ഉണ്ട്, കാലിയോഗ്രഫി ബുക്കുണ്ട്, കാലിയോഗ്രഫി ലെറ്റേഴ്സ് ഉണ്ട്, അതുപോലെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞാനിത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യത്തില്ലേ. കാരണം ഇപ്പം നമ്മൾ കുറേ കുട്ടികളുണ്ടായിരിക്കാം നമ്മുടെ ഇങ്ങനെ പ്രൊജക്റ്റ് ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ കാലിയോഗ്രഫികൾ നല്ല നീറ്റായിട്ട് നമുക്കിത് എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ അത് സംഭവങ്ങൾ ഒന്നുമില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഇത് പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ എത്ര നല്ല നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണിത് കാണാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് നമ്മൾ നേരത്തെ എഴുതിയില്ല എൻ്റെ നെയിമിൽ, ആ എ തന്നെയാണ് കേട്ടോ ഞാൻ എഴുതിയേക്കുന്നത്. ഈ ക്യാപിറ്റൽ ലെറ്റർ എ തന്നെ നമ്മൾ കാലിയോഗ്രഫിയുടെ ലൈൻസ് വരച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള എ ആണ് മറ്റേത് കേട്ടോ. കാരണം നോർമൽ ക്യാപിറ്റൽ ലെറ്റർ എ പോലെ തന്നെ നമ്മൾ കാലിയോഗ്രഫി ആയിട്ടുള്ള എ ആണ് ഞാനിപ്പോൾ ആദ്യം എഴുതി കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേഴ്സീവ് ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ. അപ്പം നെക്സ്റ്റ് സ്മോൾ ലെറ്റർ എ നോർമലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം കാലിയോഗ്രഫിക്ക് സ്മോൾ ലെറ്റർ എ ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങറ്റമില്ല, നമ്മുടെ ഇങ്ങനത്തെ ഈ അറ്റത്ത് നമ്മൾ ലൈൻ വരാറില്ല, അപ്പുറത്തെ സൈഡിൽ മാത്രമേ ലൈൻ വരാറുള്ളൂ, താഴോട്ട് അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഡിഫറൻസ് കാണാൻ പറ്റും. ക്യാപിറ്റൽ ലെറ്റർ കാലിയോഗ്രഫി എയും ഷെയ്ഡ് ചെയ്ത കാലിയോഗ്രഫി എയും സ്മോൾ ലെറ്റർ എയും കാലിയോഗ്രഫി സ്മോൾ ലെറ്റർ എയും 4 തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. കാരണം ഇതിൻ്റെ മാർക്കിങ് ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ കാലിയോഗ്രഫി എയുടെ അവിടെ മേളിലോട്ട് പോവും, പിന്നെ അവിടെ വേണമെങ്കിൽ നമുക്ക് താഴോട്ടും കൂടെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പിന്നെ സ്മോൾ ലെറ്റർ എക്ക് ഈ സൈഡിൽ നമുക്ക് ഒരിതില്ല, കാരണം സ്മോൾ ലെറ്റേഴ്സിന് മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. എഴുതുന്നവരും ഉണ്ട്, ബട്ട് അങ്ങനെ കോമൺ ആയിട്ട് ആരും എഴുതുന്ന കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ മേളിലോട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല, കാരണം അവിടെ നേരെ മേളിൽ തന്നെ കൊണ്ടുപോകാം. നമ്മുടെ താഴോട്ടൊരു ഇതില്ല, നേരെ മാർക്കിങ് കൊടുത്തേക്കുന്നില്ലേ മേളിൽ, അവിടെ അതിപ്പോൾ ഇല്ല. ഇപ്പോൾ കാലിയോഗ്രഫിക്ക് ആ എൻഡിൽ ആ എയുടെ അവിടെ അത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ആ സൈഡിൽ കൊടുത്തേക്കുന്നില്ലേ എ, അതുപോലെ തന്നെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അല്ലാതെ സൈഡിലായിട്ട് എക്സ്ട്രാ ഒരു വര കൊടുക്കാറില്ല. നെക്സ്റ്റ് ഞാനാണെങ്കിൽ പിന്നെയും ഇതുപോലെ തന്നെ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ്. ഞാൻ എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ മറന്നുപോയി, വോയിസ് ഓവറൊക്കെ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ ഡിലീറ്റ് ആയത്. കുറച്ച് നാൾ മുമ്പേ ഞാൻ എടുത്ത് വെച്ചിരുന്നതാണിത്. ഇതിനി നമ്മൾ അതുപോലെ തന്നെ എണ്ണം നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതുപോലെ ഷെയ്ഡ് ചെയ്തെടുത്തു. അപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്റർ എ തന്നെ നമുക്ക് 3 ടൈപ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഞാൻ ഓരോ കാലിയോഗ്രഫി ഇങ്ങനെ എഴുതുന്നത് നോക്കുന്ന ടൈമിൽ എല്ലാവരും വേറെ ഇതായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എല്ലാം നോക്കിയ സമയത്ത് 3 എണ്ണമായിട്ടാണ് ടോട്ടലി ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് എ നമുക്ക് ഇങ്ങനെ എഴുതാം, പിന്നെ രണ്ടാമത് ഞാൻ വേറൊരു എ നോർമലായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. നോർമലായിട്ട് എഴുതി കൊടുത്തിട്ട് അതും അതിൻ്റെ വേറൊരു വീഡിയോ കണ്ടതുപോലത്തെ ഷെയ്ഡ് അതിനും കൊടുക്കുന്നുണ്ട്. കാരണം 3 ഡിഫറെൻറ്റ് ഷെയ്ഡായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ നേരത്തെ മേളി വരച്ചില്ലേ, അതുപോലെ തന്നെയാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് വേറെ, മൂന്നാമതും നോർമലായിട്ട് തന്നെ ആ ക്യാപിറ്റൽ ലെറ്റർ കാലിയോഗ്രഫി എ അതുപോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. വരച്ചു കൊടുത്തതിന് ശേഷം അതും വേണ്ടതുപോലെ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് 3 ഷെയ്ഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ടിക്ക് ചെയ്യുന്നതാണ് കോമൺ ആയിട്ട് വരുന്നത്. ഞാൻ ഏറ്റവും ലാസ്റ്റ് വരച്ചില്ലേ, അതാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പം മറ്റേതും നമ്മുടെ ഒത്തിരി കോമൺ അല്ല, എന്നാലും ഒരു മീഡിയം ആയിട്ട് വരുന്നതാണ്. ഞാനിപ്പം നമ്മുടെ ഒരു വേറെ സിമ്പിൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം ആ ഹൈഫൻ്റെ സിമ്പിൾ ഇട്ടതാണ് ഒത്തിരി കോമൺ ആയിട്ടല്ലാതെ വരുന്നത്. മറ്റേ ടിക്ക് ഇട്ടേക്കുന്ന ഫുള്ള് കോമൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ.
കണ്ടോ? ഇപ്പോൾ സ്മോൾ ലെറ്റർ എക്ക് ഞാൻ ടിക്ക് കൊടുത്തിട്ടുണ്ട്, കാരണം അത് കോമൺ ആയിട്ടാണ് വരുന്നത്. പിന്നെ കാലിയോഗ്രഫി എ വരുമ്പം മേളിൽ ജസ്റ്റ് ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കണം. ഈ സ്മോൾ ലെറ്റർ എഴുതുന്ന ടൈമിൽ ചെറിയൊരു സ്പേസ് മേളിൽ കൊടുക്കണം. നല്ല രസമായിരിക്കും കേട്ടോ. ഇപ്പോൾ എഴുതാൻ ഫുള്ള് സ്മോൾ ലെറ്ററിലായിട്ട് സ്പേസ് കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പം ഇതുപോലാണ് അതും എഴുതേണ്ടത്. നിങ്ങൾ വേണമെങ്കിൽ ഇനി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരുടെ നെയിം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാലിയോഗ്രഫി ആയിട്ട് അവരുടെ നെയിം എഴുതുന്നതായിരിക്കും കേട്ടോ. കാലിയോഗ്രഫി പോലെ നമുക്ക് ഓരോരുത്തരുടെ നെയിം ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ കാലിയോഗ്രഫി ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വേണോ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളുടെ നെയിം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലാണ് ആയിട്ടുള്ളത്. അപ്പോൾ മാർക്കർ വെച്ച് വരച്ചുകൊണ്ട് തന്നെ വേറെ പേജിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ളൊരു ഇത് കേട്ടോ. നെക്സ്റ്റായിട്ട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബ് എന്ന് ജസ്റ്റ് ഇങ്ങനെ എഴുതി കാലിയോഗ്രഫി ഞാൻ എഴുതിയതുപോലെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്, ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നീറ്റായിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എഴുതിയതാണ് കേട്ടോ. കുറച്ചുകൂടി നീറ്റായിട്ട് എഴുതിയാൽ അടിപൊളിയായിരിക്കും. ബൈ ബൈ.